വേണ്ട വേണ്ട, ചായ ഒന്നും എടുക്കണ്ട. ഇല്ല അച്ഛാ, ചായ എടുക്കാം. വേണ്ട മോളെ, വേണമെങ്കിൽ അച്ഛൻ പറയില്ലേ. അമ്മ അമ്മ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും കൂടി വരാനിരുന്നതാ. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷം. ഈ സമയത്ത് അതും കൊണ്ട് വരണ്ടെന്ന് വിചാരിച്ചു. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിന്റെ ഭാഗമായി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ച് ഒരു കുടുംബ പൂജ നടത്തുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അത് ഐശ്വര്യം കൊടുക്കുന്ന കുടുംബ ജ്യോത്സ്യനും പറയുന്നത്. രണ്ടുപേരും വരണം. ബുധനാഴ്ചയാ. ഇതാണിപ്പോ സഹായത്തിന് നിൽക്കുന്ന ആളല്ലേ? മോള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. മോനെ, രണ്ടുപേരും നേരത്തെ അങ്ങ് വരണം. പ്രസവം കഴിയുന്നവരെ വർഷയിനി അവിടെ നിൽക്കട്ടെ. അവിടെ ആവുമ്പോ ആളും പേരും ഒക്കെ ഉണ്ടല്ലോ. ദിയമോൾ അവിടെ ചെറിയമേ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാ അവളോട് എന്റെ കൂടെ വരാൻ നിൽക്കും. ദിയമോളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ അച്ഛാ? മോൾ ഇനി പ്രസവം വരെ അവിടെ നിൽക്കാൻ പോവല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അതെന്ത് പോക്കാ അച്ഛാ? അച്ഛൻ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ട് പോവാം. ഇല്ല മോളെ, അച്ഛൻ ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. കൂട്ടത്തില് ബാങ്കിലൊന്ന് കയറണം. ഈ വീടിന്റെ ഐശ്വര്യം ഇവിടെ വന്ന് കയറിയ മരുമോളാണെന്ന് ഒന്ന് നാലാളറിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത്, മറ്റൊന്ന് നമ്മളറിയാതെ വലിഞ്ഞു കയറി വന്ന ഒരെണ്ണം. ഇതിലേതാ സുമേ നീ ഉദ്ദേശിച്ചത്? സ്വാമിജി പറഞ്ഞത് ജിതേന്ദ്രന്റെ ഭാര്യ വിദ്യയെക്കുറിച്ചല്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഐശ്വര്യം വന്ദനയാണെന്നാ പറഞ്ഞത്. വന്ദന കാരണം ഈ തറവാട്ടിന് ഉന്നതയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. സ്വാമിജി പറഞ്ഞ അത് സത്യാവും. അദ്ദേഹം പറഞ്ഞതൊന്നും ഫലിക്കാതെ പോയിട്ടില്ലെന്നല്ലേ ആളുകളൊക്കെ പറയുന്നത്. ജഗൻ കുറച്ച് പണമെടുത്ത് മറിച്ചതിന് ഇനി അവനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. വന്ദനയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കാനല്ലേ ജഗൻ ആ പണം ഉപയോഗിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ ജഗനെ വീണ്ടും വഴക്കു പറഞ്ഞ വന്ദനയ്ക്കത് വലിയ വിഷമാവും. അയ്യോ, അമ്മേ, ഡോർ തുറന്നേ. അയ്യോ മക്കളെ, ഏട്ടാ ഏട്ടാ ഏട്ടാ, ഞാൻ കേറിയില്ല. ഒന്നുമില്ലമ്മേ, അച്ഛനൊന്നും സംഭവിക്കില്ല.
വിഷം കഴിച്ചിട്ടുണ്ട്. ആഹാര സാധനത്തിൽ കലർത്തി കഴിച്ചതാവാനാണ് സാധ്യത. കരയണ്ട, ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കൃത്യസമയത്ത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ സാർ നോർമലായി. ഇനി കുറച്ചു നേരം ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. വിഷം കഴിച്ചെന്നോ? എന്തൊക്കെയാടാ ഇത്? എന്തോ ചതി നടന്നിട്ടുണ്ടോ അമ്മേ? അച്ഛൻ കഴിച്ച ആഹാരത്തിൽ വിഷം കലരണമെങ്കിൽ അതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കിയത് ഈ നിൽക്കുന്ന വന്ദനയാണ്.